നമസ്കാരം. പശ്ചിമേഷ്യയിൽ ആരംഭിച്ച് 2 മാസം പിന്നിടുന്ന യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ആഗോള എണ്ണ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ LNG വ്യാപാരത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഈ നിർണായക പാത തടസ്സപ്പെട്ടത് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയെ ഒപ്പെക്കിൽ നിന്ന് പുറത്തു പോകാനുള്ള UAEയുടെ തീരുമാനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹോർമുസ് ഉപരോധം നിലനിൽക്കുന്നതിനാൽ UAEക്ക് ഉടനടി എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഒപ്പെക് വിടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് UAE കണക്ക് കൂട്ടുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഒപ്പെക് വിടുന്നത് വലിയ സാമ്പത്തിക രാഷ്ട്രീയ വില നൽകേണ്ടി വരുന്ന ഒന്നാണ് എങ്കിലും നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നു. UAEയുടെ ഈ നീക്കത്തിന് പിന്നിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ട്. 2023 മുതൽ 27 വരെയുള്ള കാലയളവിൽ $150 ബില്യൺ നിക്ഷേപത്തിലൂടെ തങ്ങളുടെ എണ്ണ ഉൽപ്പാദന ശേഷി പ്രതിദിനം 5 ദശലക്ഷം ബാരലായി ഉയർത്താനാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഒപ്പെക്കിൻ്റെ കോട്ട നിയന്ത്രണങ്ങൾ കാരണം 2026 ജനുവരിയിൽ UAEക്ക് വെറും 3.4 ദശലക്ഷം ബാരൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇതിനർത്ഥം പ്രതിദിനം ഏകദേശം 1.36 ദശലക്ഷം ബാരൽ ഉൽപ്പാദന ശേഷി ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നതാണ്. ഇതിനു പുറമെ എണ്ണ ഉൽപ്പാദനത്തിലുള്ള ചെലവ് UAE സംബന്ധിച്ച് ബാരലിന് വെറും $50 മാത്രമാണ്. എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് $80 മുതൽ $90 വരെയാണ്. ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എണ്ണ വില ഉയർത്തി നിർത്താൻ ക്വാട്ട നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിലൂടെ UAE സ്വന്തം ലാഭം വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. ഈ സാമ്പത്തിക ഭിന്നതകൾക്ക് പുറമെ ഗൗരവകരമായ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഒപ്പെക്കിൻ്റെ നട്ടെല്ലായിരുന്ന സൗദി UAE ബന്ധത്തിൽ സമീപകാലത്തുണ്ടായ വിള്ളലുകൾ ഇതിന് ആക്കം കൂട്ടി. യമൻ ആഭ്യന്തര യുദ്ധത്തിൽ വിരുദ്ധചാരികളെ പിന്തുണച്ചതും സൗദിയുടെ വിഷൻ 2030 പദ്ധതിയുമായുള്ള സാമ്പത്തിക മത്സരവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. കൂടാതെ 2024 എബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ UAE സൗദി നയിക്കുന്ന അറബ് കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിദേശ നയം വ്യക്തിത്വം കെട്ടിപ്പടുത്തു. കുറഞ്ഞ എണ്ണവില ആവശ്യപ്പെടുന്ന വാഷിംഗ്ടണിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിലൂടെ അമേരിക്കയുടെ സൈനിക പിന്തുണ ഉറപ്പാക്കാനും ഈ പുറത്തുപോകൽ UAE സഹായിക്കും. ബാരലിന് $50 നിരക്കിലും ലാഭകരമായി എണ്ണ വിൽക്കാൻ കഴിയുന്ന UAEക്ക് അമേരിക്കയുടെ ഈ ആവശ്യം നിറവേറ്റുക എന്നത് പ്രായോഗികമായി വളരെ എളുപ്പമാണ്. UAEയുടെ പുറത്തുപോകൽ ഒപ്പെക് എന്ന സംഘടനയുടെ ഘടനാപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ 41% കൈകാര്യം ചെയ്യുന്നത് ഒപ്പെക് പ്ലസ് സഖ്യമാണ് എങ്കിലും വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാനുള്ള അവരുടെ ശേഷി വലിയ തോതിൽ കുറയും. UAEയുടെ 1.36 ദശലക്ഷം ബാരൽ അധിക ഉൽപ്പാദന ശേഷി ഒപ്പെക്കിന് പുറത്താകുന്നതോടെ വിപണിയെ സ്ഥിരതപ്പെടുത്താനുള്ള സംഘടനയുടെ കരുത്ത് ചോർന്നു പോകും. സൗദി അറേബ്യയ്ക്കും ഈ വിടവ് നികത്താൻ കഴിയില്ല. ഇത് ഒപ്പെക്കിൻ്റെ വിപണിയിലെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അംഗരാജ്യങ്ങൾ കോട്ട ലംഘിക്കുന്നത് തടയാനോ അവർക്ക് ശിക്ഷ നൽകാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒപ്പെക് നീങ്ങുകയാണ്. കസാഖിസ്ഥാനും അംഗോളയും നേരത്തെ തന്നെ ഒപ്പെക്കിൻ്റെ കോട്ട നിയന്ത്രണങ്ങളെ വെല്ലുവിളിക്കുകയും പുറത്തു പോവുകയും ചെയ്തത് ഈ തകർച്ചയുടെ സൂചനകളായിരുന്നു. ആഗോള എണ്ണ വിപണിയുടെ നിയന്ത്രണം കൈയാളുന്ന പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയെ ഒപ്പെക്കിൽ നിന്ന് UAE പുറത്തു പോകുന്നത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും നിലനിൽക്കുന്ന ഈ സങ്കീർണമായ സാഹചര്യത്തിൽ UAE എടുക്കുന്ന ഈ തീരുമാനം ഇന്ത്യയെ പോലെയുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നായ ഇന്ത്യക്ക് ഈ മാറ്റം ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ഗുണകരമാകുമെന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പെക്കിൻ്റെ കോട്ട നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതമാകുന്ന UAEയുമായി നേരിട്ടുള്ള സഹകരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും എപ്രകാരം സ്വാധീനിക്കുമെന്നത് വിപുലമായ പഠനം അർഹിക്കുന്നു. UAEയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഇടക്കാലയളവിലും ദീർഘകാലയളവിലുമാണ് ഗുണകരമായി മാറുന്നത്. നിലവിൽ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം കാരണം ആഗോള എണ്ണ വിലയിൽ വർധനവുണ്ടാക്കുകയും അത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ പ്രതിസന്ധി നീങ്ങുന്നതോടെ സാഹചര്യങ്ങൾ മാറും. ഒപ്പെക് വിടുന്നതോടെ UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്കിന് സംഘടനയുടെ കർശനമായ ഉൽപ്പാദന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരില്ല. നിലവിൽ പ്രതിദിനം 4.85 ദശലക്ഷം ബാരൽ ഉൽപ്പാദന ശേഷിയുള്ള UAEക്ക് ഒപ്പെക് കോട്ട കാരണം 3.4 ദശലക്ഷം ബാരൽ മാത്രമേ ഉൽപ്പാദിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്വതന്ത്രമാകുന്നതോടെ തങ്ങളുടെ പൂർണ്ണ ഉൽപ്പാദന ശേഷിയെ 5 ദശലക്ഷം ബാരൽ വരെ വിപണിയിലെത്തിക്കുവാൻ UAEക്ക് സാധിക്കും. ഇത് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും വില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAEയുമായി നേരിട്ടുള്ള ഉഭയകക്ഷി കരാറുകളിൽ ഏർപ്പെടാനുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. ഒപ്പെക്കിൻ്റെ നിബന്ധനകൾക്ക് പുറത്ത് അഡ്നോക്കുമായി വൻതോതിലുള്ള എണ്ണ ഇടപാടുകൾ നടത്തുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഏഷ്യൻ വിപണികളെ പ്രത്യേകിച്ച് ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് UAEയുടെ ഭൂരിഭാഗം എണ്ണ വിൽപ്പനയും നടക്കുന്നത് എന്നത് ഈ സഹകരണത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഒപ്പെക്കിൻ്റെ വില നിയന്ത്രണ തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന UAEയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്നത്
ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാൻ സഹായിക്കും. ഇത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകാനും ഉപകരിക്കും. കൂടാതെ UAEയുടെ ഈ തീരുമാനം ഒപ്പെക്കിൻ്റെ വിപണിയിലെ വിശ്വാസ്യതയും സ്വാധീനത്തെയും ദുർബലപ്പെടുത്തുന്നുണ്ട്. വിപണിയിലെ എണ്ണ ലഭ്യത നിയന്ത്രിക്കാനുള്ള ഒപ്പെക്കിൻ്റെ ശേഷി കുറയുന്നത് ഇന്ത്യയെ പോലെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങളുടെ വിലപേശലിനുള്ള കരുത്ത് നൽകും. UAEയുടെ ഉൽപ്പാദനശേഷി ഒപ്പെക്കിന് പുറത്താകുന്നതോടെ വിപണിയെ ഏകപക്ഷീയമായി നിയന്ത്രിക്കാനുള്ള സംഘടനയുടെ കരുത്ത് ചോർന്നു പോകും. ഇത്തരത്തിൽ ഒപ്പെക്കിൻ്റെ ആധിപത്യം കുറയുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനും കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ UAE സ്വതന്ത്രമായ ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമായി മാറുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ കൂടുതൽ ലാഭകരമായും തടസ്സമില്ലാതെ നിറവേറ്റാനുള്ള തന്ത്രപരമായ സാഹചര്യം ഒരുക്കുന്നു. ഈ മാറ്റം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാണ് എങ്കിലും പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ സങ്കീർണമായ സാമ്പത്തിക നയതന്ത്ര വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. എണ്ണ വിപണിയിലെ വിതരണ ശൃംഖലയിലും പ്രാദേശിക സഖ്യങ്ങളിലും ഈ തീരുമാനം വരുത്തുന്ന മാറ്റങ്ങൾ മറ്റ് രണ്ട് രാജ്യങ്ങളും എപ്രകാരം ദോഷകരമായി ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം UAEയുടെ ഒപ്പെക് പിന്മാറ്റം സൃഷ്ടിക്കുന്നത് ഇരട്ടപ്രഹരമാണ്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കുമായി ഗൾഫ് രാജ്യങ്ങളാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഒപ്പെക് എന്ന കൂട്ടായ്മയുടെ തണലിൽ സൗദി അറേബ്യയും UAEയും പുലർത്തിയിരുന്ന ഏകീകൃത നിലപാടുകൾ പാകിസ്ഥാൻ നയതന്ത്രപരമായ ഒരു സുരക്ഷിതത്വം നൽകിയിരുന്നു. എന്നാൽ UAE സ്വതന്ത്രമായ ഒരു പാത സ്വീകരിക്കുന്നതോടെ ഗൾഫ് മേഖലയിലെ പ്രധാന ശക്തികൾക്കിടയിൽ മത്സരം വർദ്ധിക്കും. ഇത് പാകിസ്ഥാന് ലഭിച്ചു വരുന്ന നിക്ഷേപങ്ങളെയും സാമ്പത്തിക ഇളവുകളെയും അനിശ്ചിതത്വത്തിലാക്കും. അമേരിക്കൻ താൽപ്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന UAEയുടെ പുതിയ നിലപാടുകൾ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീണ്ടു നിൽക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും ആഭ്യന്തര വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. ചൈനയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം UAEയുടെ ഈ തീരുമാനം വലിയൊരു ഭീഷണി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈന ഒപ്പെക് എന്ന സംഘടനയുടെ വിപണി നിയന്ത്രണത്തിലൂടെ ലഭിച്ചിരുന്ന വിലയിലെ സ്ഥിരതയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. ഒപ്പെക്കിൻ്റെ സ്വാധീനം കുറയുന്നതോടെ എണ്ണ വിലയിൽ വലിയ തോതിലുള്ള അസ്ഥിരതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചൈനയുടെ വ്യാവസായിക ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. അതിലുപരിയായി UAE അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം ദൃഢമാക്കുന്നത് ചൈനയുടെ പശ്ചിമേഷ്യൻ സ്വാധീനത്തിന് വലിയ തിരിച്ചടിയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി ഗൾഫ് മേഖലയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് അമേരിക്കൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന UAE ഒരു വെല്ലുവിളിയായി മാറും. ഭൗമരാഷ്ട്രീയപരമായി നോക്കിയാൽ ഒപ്പെക്കിൻ്റെ തകർച്ചയോ ദുർബലപ്പെടുത്തലോ ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പരാജയപ്പെടുത്തുന്നതാണ്. എണ്ണ വിപണിയിൽ അമേരിക്കൻ ഡോളറിന് പകരമായി സ്വന്തം കറൻസി പ്രതിഷ്ഠിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് UAEയുടെ ഈ ചുവടുമാറ്റം തടസ്സമാകും. വാഷിംഗ്ടണിൻ്റെ ആവശ്യപ്രകാരം UAE എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ച് ഊർജ്ജ വിപണിയിലെ തങ്ങളുടെ പിടി അയയുവാൻ കാരണമാകും. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം കാരണം ചൈനയിലേക്കുള്ള വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പരിഹരിക്കാൻ ഒപ്പെക്കിൻ്റെ സഹായമില്ലാത്ത UAEയോട് ചൈനയ്ക്ക് പുതിയ രീതിയിൽ ചർച്ചകൾ നടത്തേണ്ടി വരും. ഇത് ചൈനയുടെ നയതന്ത്ര വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ഒപ്പെക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ഭൗമരാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ്. പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിനും ചൈനയുടെ ഊർജ്ജ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും ഏറ്റ ആഘാതത്തിനും ഈ നീക്കം കാരണമാകും. ഗൾഫ് മേഖലയിലെ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ പഴയ സുഹൃത്തുക്കളെയും സാമ്പത്തിക പങ്കാളികളെയും മാറ്റി നിർത്തിക്കൊണ്ട് UAE നടത്തുന്ന ഈ പടയൊരുക്കം പാകിസ്ഥാനും ചൈനയ്ക്കും വരും വർഷങ്ങളിൽ കനത്ത വെല്ലുവിളികൾ തന്നെയാകും സമ്മാനിക്കുക. വിപണിയിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒപ്പെക്കിന് മേൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഉണ്ടാകുന്ന സ്വാധീനം ഇല്ലാതാകുന്നത് ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ ഈ രാജ്യങ്ങളുടെ സ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഇടയാക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.